മിഷൻ ബേലൂർ മക്ന പ്രതിസന്ധിയിൽ മോഴയാനയെ വനത്തിനുള്ളിൽ സ്പോട്ട് ചെയ്തുവെങ്കിലും മയക്കുവെടി വെക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യ സാമീപ്യം തിരിച്ചറിയുമ്പോൾ ആന കുറ്റിക്കാടുകളിലേക്ക് മറയുന്നതാണ് തിരിച്ചടിയാകുന്നത്. രാത്രി 7 മണിവരെ ഇന്നത്തെ മിഷൻ തുടരും. മണ്ണുണ്ടി കോളനിക്ക് സമീപത്ത് നിന്ന് എം കമലാണ് വിവരങ്ങളുമായി ചേർന്നത്. കമൽ, മിഷന്റെ 4ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഞ്ചരയോടുകൂടി മിഷൻ അവസാനിപ്പിച്ച ദൗത്യസംഘം മടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് 7 മണിവരെ നോക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ആര്യ, ഇത്രയും ദിവസം ആനയ്ക്ക് പിന്നാലെ ആനയെ പിന്തുടർന്നിട്ടും ഒരു വിജയത്തിലേക്ക് ദൗത്യത്തിന് എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ട് വീഴുന്നതിന് മുൻപ് ആനയെ മുന്നിൽ കിട്ടുകയാണെങ്കിൽ മയക്കുവെടി വെക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം നോക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ദൗത്യസംഘം എത്തുന്നത്. എന്തായാലും 7 മണിവരെ ദൗത്യസംഘം വനത്തിൽ തുടരും. ഇന്ന് രാവിലെ 5:45 ദൗത്യസംഘം വനത്തിലേക്ക് പ്രവേശിച്ചത്. 5:30 ആനയുടെ ആദ്യ റേഡിയോ കോളർ സിഗ്നൽ കിട്ടി. അത് കിട്ടിയത് ഇരുമ്പുപാലം കോളനിക്ക് സമീപമാണ്. ഈ മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ മാറി ഇരുമ്പുപാലം കോളനിക്ക് സമീപത്ത് നിന്ന് സിഗ്നൽ കിട്ടി. അതിനെ തുടർന്ന് ഈ ദൗത്യസംഘം വനത്തിനകത്തേക്ക് പോയി. പിന്നെയും തുടർച്ചയായി സിഗ്നലുകൾ കിട്ടിക്കൊണ്ട് നിന്നു. ആനയെ കാണുകയും ചെയ്തു പലപ്പോഴും. പക്ഷേ ഈ മയക്കുവെടി വെക്കാനുള്ളൊരു സാവകാശം അത്തരത്തിൽ ആന നിൽക്കുന്നില്ല. ആന തുടർച്ചയായി സഞ്ചരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദൗത്യസംഘത്തിൻ്റെയും കുങ്കിയാനകളുടെയും ഒക്കെ സാന്നിധ്യം അറിയുമ്പോൾ വളരെ പെട്ടെന്ന് കാടുകളുള്ള സ്ഥലത്തേക്ക് മറയുന്നു. അത്തരത്തിൽ ഈ കുറ്റിക്കാടുകളിലേക്കൊക്കെ കയറിപ്പോകുന്നു. ആ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ദൗത്യസംഘം പറയുന്നത്. എന്തായാലും ആളുകൾക്ക് ആശങ്കയുണ്ട്. ഇന്നും പലയിടത്തും പട്രോളിങ്ങും കാവലും ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരും. ചെറിയ പ്രതിഷേധമൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥർ, DFO ഉൾപ്പെടെയുള്ള ആളുകളുടെ നേരെ. പക്ഷേ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെയും തുടരും, ഇന്ന് പൂർത്തിയായില്ലെങ്കിൽ എന്ന രീതിയിൽ സംസാരിച്ചു. എന്താണെങ്കിലും ഈ ദൗത്യം നീണ്ടുപോവുകയാണ്. പക്ഷേ ഇത് എപ്പോൾ പൂർത്തിയാക്കുമെന്ന് പറയാനും കഴിയുന്നില്ല. കാരണം ആന ഇത്തരത്തിൽ വളരെ വിജിലൻ്റായി ഈ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മാറി പോവുകയാണ്. പ്രത്യേകിച്ച് കുങ്കിയാനകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നാണ് ദൗത്യസംഘം പറയുന്നത്. ശരി കമൽ.